വെള്ളം വേണോ? പുതിയ ബോട്ടിലുണ്ട്. പുതിയ ബോട്ടിലുണ്ട് വെള്ളം കുടിക്കാൻ. വെള്ളമൊക്കെ കുടിക്കാൻ പുതിയ ബോട്ടിലുണ്ട്. അല്ല, ഞാൻ കൊണ്ടുവരുന്നില്ല. കൊണ്ടുവന്നില്ലേ? ഇന്ന് കൊണ്ടുവന്നിട്ടില്ല. അയ്യോ, ഞാൻ വിടുന്ന് പാടുമ്പോൾ കൊണ്ടുവരുന്നില്ല. പാടുമ്പോ കൊണ്ടുവരുന്നില്ല അല്ലേ? ഓക്കെ. പക്ഷെ വാവ ചോദിക്കുന്നെന്താ, ഇന്നോദിസ്തം കൂതാമോ? അങ്ങനെയല്ല. കണ്ണാന്തുമ്പി പോലാമോ എന്നോദിഷ്ടം കൂടാമോ, അതെ, നിന്നെ കൂടാതില്ലല്ലോ ഇന്നുള്ളിൽ പൂക്കാലം. ഇങ്ങനെയാണ് പാടിയത്. കമ്മു ഇങ്ങനെയാണ് പാടിയത് അല്ലേ? അല്ല, ഞാൻ എന്നെ പോലെ എന്റെ പോലെയാ പാടിയത്. ഇത് ശരിയാ, ശരിയായില്ല കേട്ടോ ക്യാപ്റ്റൻ. സോറി. കലിയാരാമീ കിളിമരത്താന. അതിനിടയിൽ പൂച്ച വന്നോ? ആ എം ജെ സാർ കേട്ടില്ലേ? ഇല്ല. അത് ശരി, ആരാ? ഞാനല്ല. വേറൊരു കാര്യം ചോദിക്കട്ടെ, അവിടെ ഇരിക്കുന്ന ആരെയൊക്കെ കുഞ്ഞിനറിയാം? ആരുടെയൊക്കെ പേരറിയാം അവിടെ ഉള്ളേ? അതാരാ ഇരിക്കണത്? ആ പച്ച വെള്ളയും ഷർട്ട് ഇട്ടിരിക്കണത് ആരാ? എം ജെ ജയദ്രങ്കൽ. എം ജെ ജയദ്രങ്കിൾ. ഇനി അപ്പുറത്തിരിക്കുന്ന ചേച്ചി ആര്യദയാൽ. അറിയാം. ഓക്കെ, അടുത്ത അങ്കിൾ അതറിയില്ല. ഉണ്ണിയങ്കൽ. ഓക്കെ, എല്ലാരെയും അറിയാം. അല്ല ധ്യാനക്കുട്ടി, എം ജെ ജയദ്രങ്കളിന്റെ ഒരു പാട്ട് അറിയാന്ന് പറഞ്ഞിട്ട്. അതെനിക്കറിയാം. ഏത് പാട്ടാ? എം ജെ ജയദ്രങ്കലിന്റെ ഈശോന്റെ വേറെ പാട്ടുണ്ട്. ഈശോന്റെ പാട്ടാണോ? അതേത് പാട്ടാ? മേലേ മനത്തെ ഈശോയെ ഒന്ന് വരാമോ ഈശോയെ, ഈശോയെ, ഈശോയെ. ഞാൻ അങ്ങോട്ട് വന്നോട്ടെ, എനിക്ക് കാണുന്നില്ല ഇവിടുന്ന്. ഒരു സ്റ്റേജാ. ആ സ്റ്റേജാ, പക്ഷെ എന്ത് ചെയ്യും, എനിക്ക് കാണുന്നില്ല ഇവിടുന്ന്. ഞാൻ വരട്ടെ, അങ്ങോട്ട് വരട്ടെ. ഇങ്ങോട്ടൊരു വന്നോന്നായിരിക്കും. അവിടെ ഇറിച്ചോ എന്നാ ഇവിടെ പറയുന്നത്. തന്നെ ഇരുന്നോന്ന്, അങ്ങോട്ട് പോണ്ടാന്ന്. ഇറിച്ചോ പറയുന്നത്. ഞാൻ അമ്മയുടെ അടുത്ത് ചോദിച്ചു. അമ്മ പറഞ്ഞ അവിടെ നിന്നോന്നാ പറഞ്ഞേന്നാ പറഞ്ഞു അമ്മ. ട്രാൻസ്ലേറ്റ് ചെയ്ത് തന്നു അവിടുന്ന് എനിക്ക്. നല്ല ഉടുപ്പാട്ടോ. ഇത് സ്റ്റിച്ച് ചെയ്തതാ. സ്റ്റിച്ച് ചെയ്തു. ആരാ സ്റ്റിച്ച് ചെയ്ത് തന്നത്? അമ്മയാണോ? അല്ല, മീതു ആന്റി. മീതു ആന്റി. മീതു ആന്റി. മീതു ആന്റി അല്ലേ? ക്ലാസ്സിൽ എല്ലാവരോടും പറഞ്ഞോ ഇങ്ങോട്ടാ വരുന്നേന്ന് പറഞ്ഞോ? എന്ത് പറഞ്ഞു അവര്? കൺഗ്രാറ്റുലേഷൻ. ഓ, കൺഗ്രാറ്റുലേഷൻ പറഞ്ഞു. ഇപ്പൊ പാടിയത് ഇഷ്ടപ്പെട്ടോ? നല്ല പാട്ടല്ലേ? മിടുക്കി കുട്ടിയല്ലേ? സുന്ദരിയാണല്ലേ? നല്ലോണം പാടിയല്ലേ? എം ജെ ജയദ്രങ്കിൾ. ഉണ്ണിയങ്കിൾ, നമ്മുടെ പാട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? കമ്മൂന്നല്ലേ വിളിക്കാ? ധ്യാന, കമ്മു, കമ്മു, കൺമണി. കൺമണി. 2-3 പേരുണ്ട് നമുക്ക്. 3 പേരും ഗംഭീരമായിട്ടുണ്ട്. പാട്ട് അതിലേറെ ഗംഭീരമായിട്ടുണ്ട്. താങ്ക് യു പറ. താങ്ക് യു. കാണാൻ എന്തൊരു രസം. ക്യൂട്ട്. അമ്മ എന്ത് പറയുന്നു? ഹാപ്പി ആയോ പാടുന്നത് കേട്ടിട്ട്? എപ്പോഴാ ആദ്യം പാടുന്നു മനസ്സിലായത്? എപ്പോഴാന്നൊന്ന് പറയാം. ചേച്ചിമാര് പാടും രണ്ടുപേരും. അതെയോ? പപ്പയും പാടും. അപ്പൊ അവരെ ഓരോ സ്റ്റേജിൽ പാടുമ്പോ ഇവക്കും പാടണം. പാടിയിട്ടില്ലെങ്കിൽ അയ്യോ എനിക്ക് പാടിയേ പറ്റൂന്നാ. പക്ഷെ ഇതിന് വേറൊരു കഥയുണ്ട്. ഇവിടെ ആക്ച്വലി ഓഡീഷന് വന്നത് കുഞ്ഞിന്റെ ചേച്ചി അല്ലായിരുന്നു. പക്ഷെ സെലക്ഷൻ കിട്ടിയത് അനിയത്തിക്കാണ്. ബാഗ് എവിടെ? ബാഗ് ഉണ്ടെങ്കിലേ അവിടെ ഉണ്ട്. അമ്മയുടെ കയ്യിലുണ്ട്. മുട്ടായി വീഴാറായോ? എന്നാ പിന്നെ ബാഗ് എടുത്തായിരുന്നു അല്ലേ? ഞാൻ എടുത്തുകൊണ്ട് തരട്ടെ അമ്മയുടെ കയ്യിൽ നിന്ന്. ഓക്കെ, കുഞ്ഞിന്റെ യൂണിക്കോൺ ബാഗ് വന്നു. പിടിച്ചോ നമ്മുടെ യൂണിക്കോൺ ബാഗ്. ഇനി എന്താ വേണ്ടേ? മുട്ടായി ഉണ്ടോ? എവിടെയാ മുട്ടായി ഉള്ളത്? ആര് പറയണം? അവിടെ ഞാൻ കണ്ടില്ലല്ലോ. ഞാൻ ടിവിയിൽ മുട്ടായി മഴ കണ്ടു. അത് ആര് പറഞ്ഞാലാ മുട്ടായി മഴ വരുന്നേ? മമ്മി പറഞ്ഞാ വരുമോ? അപ്പൊ മമ്മി പറഞ്ഞു നോക്കട്ടെ, ഒരു മുട്ടായി മഴ വരുമോ നോക്കട്ടെ. വരട്ടെ ഒരു ലിറ്റിൽ ഏഞ്ചൽ മധുരമഴ. ഇങ്ങനെ പറഞ്ഞാ വരില്ല. അവിടെ നോടന്ന് ഇപ്പൊ പോയി ഇപ്പൊ വരും. തയ്യാറെടുപ്പുകളാണ് ഇപ്പൊ കാണുന്നത്. ബാഗ് തുറക്കുന്നു. വരട്ടെ മുട്ടായി മഴ എന്ന് പറഞ്ഞോ? മുട്ടായി മഴ. വരട്ടെ മിഠായി മഴ. അപ്പൊ താഴെ ടക്കേന്ന് വീഴും. വരട്ടെ മുട്ടായി മഴ.
എടുത്തോ ഇറങ്ങിക്കോ. ഓ സെലക്ട് ചെയ്യുന്നൊന്നും ഇല്ല, അങ്ങനെ തൂത്തിടുക. മതിയോ? ഇത്ര മതിയോ? അടുപടി മതിയോ? അടുപടി സിബിട്ടു അതിന്റെ മതി, ആ, മതി. ആവശ്യമുള്ളത് എന്തെങ്കിലും അടുത്ത മാത്രമേ ദിവസം വന്ന് പെറുക്കാം മിഠായി കേട്ടോ. ഇപ്പൊ തൽക്കാലം Okay. ചേച്ചി പൊക്കോ. ബൈ ബൈ, സീ യു. ടാറ്റ പറ. ടാറ്റ. ഒരു സൺഗ്ലാസും കൂടെ കറക്റ്റ് ആയിരുന്നു. നാട്ടുകാരൊക്കെ എന്നെ UDC എന്ന് വിളിക്കാ.